നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് കമ്മീഷൻ. മാനേജേഴ്സ് കമ്മീഷൻ സോ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, പല ആൾക്കാർക്കും ഇടയ്ക്ക് ട്വിസ്റ്റ് ആവുന്ന ഒരു സാധനമാണ്. പിന്നെ ഫൗണ്ടേഷൻ ലെവലിൽ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല. മേ ബി ടെസ്റ്റഡ് എക്സ്പ്ലോർ ചെയ്യാത്ത ഇവർ എക്സാമിന് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ആണിത്. അപ്പോൾ ശരിക്കും നോക്കിക്കോ മാനേജേഴ്സ് കമ്മീഷൻ. ഈ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് വെച്ചാൽ മാനേജേഴ്സിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പറേറ്റർ ചിലപ്പോൾ ഇങ്ങനെ പറയും, മാനേജർ മെയ്ഡ് എ ലോട്ട് ഓഫ് സെയിൽസ് അല്ലേ. സെയിൽസ് ആണോ പ്രോഫിറ്റ് ആണോ കൂട്ടേണ്ടത്? സെയിൽസ് കൂട്ടണം. സെയിൽസ് കൂട്ടിയാലേ പ്രോഫിറ്റ് കൂടുള്ളൂ. പക്ഷേ സെയിൽസ് കൂടിയിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമല്ല. ശരിയല്ലേ എടാ അല്ലേ? അപ്പോൾ കോർ ഫോക്കസ് എന്താ? സെയിൽസ് ആണോ പ്രോഫിറ്റ് ആയിരിക്കണോ? പ്രോഫിറ്റ്. സെയിൽസ് ഭയങ്കര കൂട്ടി, അതിന് ഭയങ്കരമായിട്ട് കോസ്റ്റും കൂട്ടി, നോ യൂസ്. കാരണം പ്രോഫിറ്റ് അപ്പോൾ കൂടില്ല. എടാ ശരിയല്ലേ? പ്രോഫിറ്റ് കൂടണം. പ്രോഫിറ്റ് കൂടുമ്പോഴാണ് അത് ബിസിനസ്സുകൾക്ക് എന്ത് ചെയ്യുക, വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ നമ്മൾ മാനേജർക്ക് എന്ത് ചെയ്യും, സാലറിക്ക് പുറമെ ഒരു ഇൻസെൻറ്റീവ് സ്കീം വെക്കും. എന്ത് ഇൻസെൻറ്റീവ് സ്കീം വെക്കും? എത്രയാണോ ബിസിനസ് ഉണ്ടാക്കുന്ന ലാഭം അതിനൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്ത് തരാം, കമ്മീഷനായിട്ട് തരാം എന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ് വിൽ ആക്ച്വലി മോട്ടിവേറ്റ് ദം ടു വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് പ്രോഫിറ്റ്. എടാ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, അവരെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, അത് മോട്ടിവേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ മാനേജർക്ക് നമ്മൾ പറഞ്ഞു എത്രയാണോ നമ്മുടെ പ്രോഫിറ്റ് അതിൻ്റെ 10% നിങ്ങൾക്ക് തരാം, എന്ത് തരാം, കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് കാണണം, പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റ് കണ്ടാലല്ലേ മാനേജർ കമ്മീഷൻ നമുക്ക് കിട്ടുള്ളൂ. എടാ ശ്രദ്ധിക്ക് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ട്രേഡിംഗ് പ്ലാനിനെ കൊണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫിഗർ കിട്ടും. ഇതാണ് എന്ത്, പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എന്ത് പ്രോഫിറ്റാണ്? പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ. എടാ മാനേജ് കമ്മീഷൻ കുറക്കുന്നതിന് മുന്നുള്ള പ്രോഫിറ്റ് അല്ലേ? മാനേജ് കമ്മീഷൻ കുറക്കുന്നതിന് മുന്നുള്ള പ്രോഫിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് PBCMC. PBCMC പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ. പൊന്നു മോനെ കുണുവാവെ എക്സാമിന് പോയിട്ട് PBCMC ഒന്നും എഴുതരുത്. ഇത് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ്. PBCMC പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ. ഇതെങ്ങനെ കിട്ടുക? എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്യുക. ഇത് ബാലൻസ് ചെയ്ത് മാനേജ് കമ്മീഷൻ കണ്ടിട്ടാണ് പിന്നെ മനസ്സിലായത്, അയ്യോ ഒരു ബാഡറ്റ് വിട്ടുപോയി, നീ പോയി. ഓക്കെ, അങ്ങനെയല്ല, ഫുൾ ഐറ്റംസും റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വി ഷുഡ് ബി ഡൂയിങ് ദ ബാലൻസിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറിനെ പറയുന്ന പേരാണ് PBCMC. PBCMC പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ. 10% അല്ലെങ്കിൽ വേണ്ട 20% പറഞ്ഞത് വിചാരിക്കുക. അപ്പോൾ മാനേജ് കമ്മീഷൻ എത്രയാണ്? 20,000. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷൻ എത്ര ഉണ്ടാവുക? 80,000. അപ്പോൾ ഈ മാനേജ് കമ്മീഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? പറഞ്ഞു നോക്കിയേ. മാനേജ് കമ്മീഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് എക്സ്പെൻസ് PNLക്ക് ഡെബിറ്റ് ചെയ്യണം. മാനേജ് കമ്മീഷൻ എക്സ്പെൻസ് ആണ്, PNLക്ക് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇത് കൊടുത്തോ? ഇല്ല, അത് കൊടുക്കും. എപ്പോൾ? ഫ്യൂച്ചറിൽ. അപ്പോൾ കൊടുക്കാനായി, കൊടുത്തിട്ടില്ല, കൊടുക്കും. അപ്പോൾ നമ്മൾ എന്തായിട്ട് കാണിക്കുക? ഒരു ലാബിലിറ്റി ആയിട്ട് കാണിക്കുക. അപ്പോൾ എന്തായിരിക്കും എൻട്രി? പറഞ്ഞു നോക്കിയേ. മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് അറ്റർ ടു മാനേജ് കമ്മീഷൻ പേയബിൾ. ഈ മാനേജ് കമ്മീഷനെ PNLക്ക് ക്ലോസും ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും എൻട്രി? മാനേജ് കമ്മീഷനെ PNLക്ക് ക്ലോസ് ചെയ്യേണ്ടത്, മാനേജ് കമ്മീഷനെ PNL ക്ലോസ് ചെയ്യേണ്ടത്, PNL ഡെബിറ്റ് എടുക്കല്ലേ? അപ്പോൾ എൻട്രി പറ, PNL അക്കൗണ്ട് അറ്റർ ടു മാനേജ് കമ്മീഷൻ. ഡെബിറ്റുള്ള മാനേജ് കമ്മീഷൻ ക്യാൻസൽ ആവാൻ ക്രെഡിറ്റ്, PNL അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരാൻ വേണ്ടി മാനേജ് കമ്മീഷനെ ഡെബിറ്റ്. അപ്പോൾ എൻട്രി വിൽ ബി PNL അക്കൗണ്ട് അറ്റർ ടു മാനേജ് കമ്മീഷൻ. അപ്പോൾ ഈ മാനേജ് കമ്മീഷന് PNL നമ്മൾ കാണിക്കും. PNL ഫുള്ള് ബാലൻസ് ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്യുക, നമ്മളിത് റഫായിട്ടേ ബാലൻസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഈ മാനേജ് കമ്മീഷനെ PNL കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കണ്ടെത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് നമ്മൾ മാനേജ് കമ്മീഷൻ നമ്മൾ എവിടെയും കാണിക്കും? ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എന്തായാലും കാണിക്കുക? ലാബിലിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക കേട്ടോ. ലാബിലിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സിമ്പിൾ സാധനമാണ്, ഇത് ടഫല്ല. അവിടെ ഇപ്പോൾ പറഞ്ഞ സോ സിമ്പിൾ, സോ ലൈറ്റ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ മാനേജ് കമ്മീഷൻ ഏതുമേ കണ്ടേ? പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ വേണോ, പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷൻ വേണോ? അപ്പോൾ നമ്മൾ മാനേജ് കമ്മീഷൻ കണ്ടത് ഏത് പ്രോഫിറ്റുമേ? പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ വേണോ, പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷൻ വേണോ? എടാ മാനേജ് കമ്മീഷന് മുന്നേ എല്ലാ ഐറ്റംസും എഴുതിയതിന് ശേഷം നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടെത്തിയ പ്രോഫിറ്റ് ഇല്ലേ, അയിമല്ലേ നമ്മൾ മാനേജ് കമ്മീഷൻ കണ്ടത്? എടാ അല്ലേ? അപ്പോൾ ദിസ് പ്രോഫിറ്റ് ഈസ് കോൾഡ് PBCMC. PBCMC പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജ് കമ്മീഷൻ. അപ്പോൾ നിങ്ങളോടേ ദ കമ്പനീസ് പോളിസി ഈസ് ദാറ്റ് മാനേജേഴ്സ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. മാനേജ് കമ്മീഷൻ കാണേണ്ടത് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷൻ വേണം എന്ന് പറഞ്ഞാൽ PACMCൻ്റെ പേഴ്സൻ്റ് ആയിട്ടാണ് മാനേജ് കമ്മീഷൻ കാണേണ്ടത്. ഇതുവരെ നിങ്ങൾ എന്തിൻ്റെ പേഴ്സൻ്റ് ആയിട്ട് കണ്ടേ? PBCMCൻ്റെ. പ്രോഫിറ്റ് ബിഫോറിൻ്റെ പേഴ്സൻ്റ് ആയിട്ടല്ല നിങ്ങൾ കണ്ടേ. പക്ഷേ നിങ്ങളോട് പറയാണ് പ്രോഫിറ്റ് ബിഫോറിൻ്റെ പേഴ്സൻ്റ് ആയിട്ടല്ല കാണേണ്ടത്, ഏതിൻ്റെ പേഴ്സൻ്റ് ആയിട്ടാണ് കാണേണ്ടത്? പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ പേഴ്സൻ്റ് ആയിട്ടാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക?
എടാ പ്രോഫിറ്റ് ബിഫോറിൻ്റെ പേഴ്സണായിട്ടല്ല പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ പേഴ്സണായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? ദർ ഈസ് എ പ്രോബ്ലം. എന്ത്? നിങ്ങൾക്ക് ട്രേഡിംഗ് പ്ലാനിൽ ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? പ്രോഫിറ്റ് ബിഫോറാ പ്രോഫിറ്റ് ആഫ്റ്ററാ? പ്രോഫിറ്റ് ബിഫോറാണ് കിട്ടുക. എടാ പ്ലാനിൽ ബാലൻസ് ചെയ്താൽ പ്രോഫിറ്റ് ബിഫോറല്ലേ കിട്ടുക? അതിൽ നിങ്ങൾ ആരെ കുറക്കണം? കമ്മീഷനെ കുറച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ. അപ്പോൾ നിങ്ങൾ കമ്മീഷൻ കാണേണ്ടത് ഏതുമേ? പ്രോഫിറ്റ് ആഫ്റ്ററുമല്ലേ? എടാ അല്ലേ? പക്ഷേ പ്രോഫിറ്റ് ആഫ്റ്റർ കിട്ടണമെങ്കിൽ കമ്മീഷൻ വേണ്ടേ? എടാ വേണ്ടേ? പ്രോഫിറ്റ് ആഫ്റ്റർ കിട്ടണമെങ്കിൽ കമ്മീഷൻ വേണ്ടേ? കമ്മീഷൻ കിട്ടണമെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ വേണ്ടേ? കാരണം പ്രോഫിറ്റ് ആഫ്റ്ററുമേ കമ്മീഷൻ കാണുന്നതല്ലേ അവർ പറഞ്ഞേ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമല്ലേ? എന്താ അവിടുത്തെ പ്രശ്നം? നിങ്ങളെ കയ്യിലുള്ള പ്രോഫിറ്റ് ഏതാ? ബിഫോർ. ഏതുമേ കാണണ്ടേ? ആഫ്റ്റർ കിട്ടണമെങ്കിൽ ഏത് കാണണം? കമ്മീഷൻ കാണേണ്ടത് ആഫ്റ്ററുമേ. നിങ്ങളെ കയ്യിലുള്ളത് ബിഫോറുമെന്ന് കമ്മീഷൻ കുറച്ചാലേ ആഫ്റ്റർ കിട്ടുള്ളൂ. ആഫ്റ്റർ കിട്ടിയാലേ കമ്മീഷൻ കാണാൻ പറ്റുള്ളൂ. കമ്മീഷൻ കാണണമെങ്കിൽ ആഫ്റ്റർ കിട്ടണം. എടാ മനസ്സിലായില്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം? ഇല്ലേ? എടാ ശ്രദ്ധിക്കുക. P&L അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ ഏതാ കിട്ടുക? പ്രോഫിറ്റ് ബിഫോറാ ആഫ്റ്ററാ? ബിഫോർ. കുത്തിവെച്ചോ ഒരു സ്റ്റിക്ക്. നീ കമ്മീഷൻ കാണേണ്ടത് ഏതുമേ? പ്രോഫിറ്റ് ബിഫോറുമേ പ്രോഫിറ്റ് ആഫ്റ്ററുമേ? അടുത്ത പോയിന്റ്. കമ്മീഷൻ കാണണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ കിട്ടണമെങ്കിൽ പ്രോഫിറ്റ് ബിഫോറിൽ നിന്ന് കമ്മീഷനെ കുറക്കണം അല്ലേ? പ്രോഫിറ്റ് ബിഫോറിൽ നിന്ന് കമ്മീഷൻ കുറച്ചാലല്ലേ പ്രോഫിറ്റ് ആഫ്റ്റർ? പ്രോഫിറ്റ് ആഫ്റ്റർ കണ്ടാലല്ലേ കമ്മീഷൻ കാണാൻ പറ്റുള്ളൂ. കാരണം കമ്മീഷൻ ഈസ് കമ്പ്യൂട്ടർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർക്ക് എത്രയെങ്കിലും കമ്മീഷൻ വേണ്ടേ? പ്രോഫിറ്റ് ആഫ്റ്റർ കിട്ടിയാലല്ലേ കമ്മീഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നം എൻ്റെ കഴിഞ്ഞ കേസിലില്ല. നമ്മളോട് കമ്മീഷൻ കാണാൻ പറഞ്ഞ ഏതുമേ? ബിഫോറുമേ. നമ്മൾ P&L ബാലൻസ് ചെയ്താൽ ഏതാ കിട്ടുക? ബിഫോർ. ഗുഡ് ജോബ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അറിയോ? വി അപ്ലൈ ഹിയർ വി ആർ ഹാവിങ് എ പിന്നെ എന്താ പറയുക വെറുതെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക അറിയോ? നമ്മൾ പേഴ്സൻറ്റേജ് നിങ്ങൾ പല ടെക്നിക്കും പഠിച്ചിട്ടുണ്ടാവും. ഡെലിസൺ നിങ്ങളെ കയ്യിലുള്ള ഫിഗർ ഏതാ? പ്രോഫിറ്റ് ബിഫോർ ആഫ്റ്റർ കയ്യിലുള്ള എമൗണ്ട് ബിഫോർ. എന്തിൻ്റെ പേഴ്സൻ്റേജായിട്ടാണ് കാണേണ്ടത്? ആഫ്റ്ററിന്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനത്തെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണോ നിങ്ങൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണോ നമുക്കിവിടെ കമ്മീഷൻ കാണേണ്ടത് അതിനെ 100 ആക്കി എടുക്കുക. നിങ്ങളെ കയ്യിലുള്ളത് പ്രോഫിറ്റ് ബിഫോർ. എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണ് എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണ് നിങ്ങൾക്ക് കമ്മീഷൻ കാണേണ്ടത്? പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ. പക്ഷേ നിങ്ങളെ കയ്യിലുള്ളത് ഏതാ? പ്രോഫിറ്റ് ബിഫോർ. അപ്പോൾ എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ 100 ആക്കി എടുക്കുക. അതെന്താ സാറേ അങ്ങനെ? അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ മാത്തമെറ്റിക്കലി സ്പീക്കിംഗ്. എന്തിൻ്റെ പേഴ്സൻ്റേജായിട്ടാണ് നമ്മൾ കാണേണ്ടത്? പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്മീഷൻ എത്ര വരിക? പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആണെങ്കിൽ 100ൻ്റെ 25% അല്ലേ കമ്മീഷൻ കാണണ്ടേ? അപ്പോൾ കമ്മീഷൻ എത്ര വരിക? 25. ശരിയല്ലേ? അപ്പോൾ നോക്ക്, പ്രോഫിറ്റ് ബിഫോറിൽ നിന്ന് കമ്മീഷൻ കുറച്ചതല്ലേ പ്രോഫിറ്റ് ആഫ്റ്റർ. അപ്പോൾ തിരിച്ച് കയറിക്കുക. പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ കൂടെ കമ്മീഷൻ കൂട്ടിയാൽ പ്രോഫിറ്റ് ബിഫോർ കിട്ടൂലേ? പ്രോഫിറ്റ് ബിഫോറിൽ നിന്ന് കമ്മീഷൻ കുറച്ചാൽ പ്രോഫിറ്റ് ആഫ്റ്റർ. പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആയി നമ്മൾ എടുത്തു. പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആണെങ്കിൽ കമ്മീഷൻ എത്രയാണ്? 100ൻ്റെ 25%. കമ്മീഷൻ 25% നമ്മൾ കാണണേ. നോക്ക് കമ്മീഷൻ 25% കാണാൻ പറഞ്ഞത്. പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആണെങ്കിൽ കമ്മീഷൻ എത്രയാണ്? 25 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ എത്ര? 125. പ്രോഫിറ്റ് ബിഫോർ 125 ആകുമ്പോഴല്ല ഇന്ന് 25 പോയാൽ 100 കിട്ടുക. ബാക്കിൽ ഗേൾസ് അല്ലേ? അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫിഗർ ഏതാ? പ്രോഫിറ്റ് ബിഫോർ 1 lakh. ഈ പ്രോഫിറ്റ് ബിഫോർ 1 lakh എന്നുള്ളത് 125 ആണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആയിരിക്കും, കമ്മീഷൻ 25 ആയിരിക്കും. അപ്പോൾ അടിച്ചു നോക്കിയേ, 1 lakh എന്ന് പറഞ്ഞത് 125 ആണെങ്കിൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ കമ്മീഷൻ എത്ര വരിക? ഇറ്റ് കംസ് ടു 20,000. അപ്പോൾ നമുക്ക് ആ ഫിഗറിലൊന്ന് ഇട്ട് നോക്കിയേ. പ്രോഫിറ്റ് ബിഫോർ നിങ്ങൾക്ക് അറിയാം 1 lakh അല്ലേ? കമ്മീഷൻ ഇപ്പോൾ നിങ്ങൾ എത്ര കണ്ടത്? 20,000. അപ്പോൾ പ്രോഫിറ്റ് ബിഫോറിൽ നിന്ന് കമ്മീഷൻ കുറച്ച് നോക്കിയേ. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ കിട്ടിയില്ലേ? പ്രോഫിറ്റ് ആഫ്റ്റർ എത്രയാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ എത്രയാണ്? 80,000. ഈ 80,000ൻ്റെ 25% അല്ലേ 20,000 നോക്കിയേ അല്ലേ? അല്ലേ? പ്രോഫിറ്റ് ആഫ്റ്ററിന് 25% അല്ലേ ഇത്? പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ 25% അല്ലേ ഇത് വരുന്നേ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ത് ചെയ്യുന്നു? പറഞ്ഞേ, ഇവിടുത്തെ പ്രോബ്ലം എന്ത് ചെയ്യുന്നു? നിങ്ങളെ കയ്യിലുള്ളത് ഏതാ? പറഞ്ഞേ നിങ്ങളെ കയ്യിലുള്ളത് ഏതാ? പ്രോഫിറ്റ് ബിഫോർ. നിങ്ങൾക്ക് കാണേണ്ടത് ഏതും വേണേ? ആഫ്റ്റർമേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തേ? എന്തുമ്മയാണോ കാണേണ്ടത് അതിനെ 100 ആക്കി എടുക്കുക. പ്രോഫിറ്റ് ആഫ്റ്റർ 100 ആണെങ്കിൽ അതിൻ്റെ 25% മാനേജേഴ്സ് കമ്മീഷൻ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ എത്ര കാരണം? 125. സെറ്റാണോ? 125. എന്നാൽ ഞാനേ കുറച്ചൊരു സാധനം പറഞ്ഞില്ല. പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജേഴ്സ് കമ്മീഷൻ 1,50,000.
മാനേജ് കമ്മീഷൻ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷനാണ് 1/3. 1/3 പറഞ്ഞാൽ പേഴ്സൻറ്റേജിൽ എങ്ങനെയാണ് പറയുക? 33.3. അതറിയണമെങ്കിൽ 1/3 കാൽക്കുലേറ്റർ അടിച്ചാൽ മതി മണ്ടന്മാരെ. എടാ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മാനേജ് കമ്മീഷൻ ഒന്ന് കണ്ടേ. വാട്ട് ഈസ് മാനേജ് കമ്മീഷൻ? എവ്രി ഓൺലൈൻ പീപ്പിൾ വാച്ചിങ്, ഐ ഷുഡ് ഗെറ്റ് യുവർ ആൻസർ ആസ് കമന്റ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. വാട്ട് ഈസ് മാനേജ് കമ്മീഷൻ? വേഗം നോക്ക്. $37,000 ഓർപ്പിക്കാമോ? എടാ എങ്ങനെ കാണുക? ആൻസർ കംസ് ടു എത്ര വരിക? മാനേജ് കമ്മീഷൻ 37,500. എങ്ങനെ വരിക? നമ്മളെ കയ്യിൽ പ്രോഫിറ്റ് ബിഫോർ അല്ലേ, നമ്മൾ കാണേണ്ടത് പ്രോഫിറ്റ് ആഫ്റ്ററും അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്ററിനെ 100 ആക്കി എടുക്കുക. ഇത് 100 അടക്കണമെങ്കിൽ മാനേജ് കമ്മീഷൻ എത്ര? 33.33. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ മാനേജ് കമ്മീഷൻ എത്ര വരിക? 133.33. അപ്പോൾ ഈ 1,50,000 133.33 ആണെങ്കിൽ മാനേജ് കമ്മീഷൻ എത്ര വരിക? 33.33 കാരണം വരിക. അപ്പോൾ മാനേജ് കമ്മീഷൻ കിട്ടും എത്ര? 37,500. 37,500. ഇത് ചെക്ക് ചെയ്യട്ടോ. 37,500 കിട്ടിയാൽ പോരാ. ഡാ പ്രോഫിറ്റ് ബിഫോർ 1,50,000 ആണ്. അതിന് 37,500 കുറച്ചാൽ പ്രോഫിറ്റ് ആഫ്റ്റർ കിട്ടൂലേ? ഈ പ്രോഫിറ്റ് ആഫ്റ്ററിൻ്റെ 1/3 തന്നെ അല്ലേ 37,500? നോക്കിയേ, വെറുതെ പൂജ്യമൊക്കെ മാറിപ്പോയിക്കണ്. 0.333 പറഞ്ഞാൽ മോളെ, മറ്റേ 0.33 പറഞ്ഞാൽ 33.33% ആണ്. എന്താണ് ഈ പറയുന്നത്? ഇൻറ്റു 100% എപ്പോഴും 100-ലല്ലേ പറയാ? 1/3 എന്നുള്ളത് പെർസെൻറ്റേജിൽ പറയുമ്പോൾ ഇൻറ്റു 100 കൊണ്ട് അടിക്കണം. എവറി പെർസെൻറ്റേജ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇൻ ടേംസ് ഓഫ് 100. പെർസെൻറ്റേജ് ആരെങ്കിലും 0.33 അറിയോ? 0.5 ആണെന്ന് പറഞ്ഞാൽ 50% അല്ലേ? പെർസെൻറ്റേജ് എപ്പോഴും പറയാം 100ക്കാണ് മോളെ. ഈ മാത്സ് പാസ് അല്ലേ ഇല്ലേ മുമ്പൊക്കെ? സന്തോഷമുണ്ട്, ഇന്നെക്കാളും മാത്സ് അറിയാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇനി ഒരു ടെക്നിക്ക് പറഞ്ഞാൽ, എടാ എല്ലാവർക്കും വമ്പിച്ച ധമാക്ക, നിങ്ങൾക്ക് പറ്റിയ സാധനം ഉടായ്പ്. എന്താണെന്ന് വെച്ചാൽ എടാ ശ്രദ്ധിക്ക്, ഉടായ്പ്. മാനേജ് കമ്മീഷൻ 2 രീതിയിൽ കാണാൻ പറയും. ഒന്ന് ഏതുമ്പോൾ പറയും? എടാ ഇനി സംസാരിക്കല്ലേ അജയൊക്കെ, പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് MC പറയും. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പ്രോഫിറ്റ് ഏതേക്കാരം? പ്രോഫിറ്റ് ബിഫോർ. നിങ്ങളോട് ഏതുമേ മാനേജ് കമ്മീഷൻ കാണാൻ പറഞ്ഞേ? പ്രോഫിറ്റ് ബിഫോറുമേ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആണോ അതോ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ്. അപ്പോൾ ആ PBC MC ഇൻറ്റു റേറ്റ് ബൈ 100 അടിച്ചാൽ മതി. പ്രോഫിറ്റ് ബിഫോറാണ് നിങ്ങളെ കയ്യിലുള്ളത്. പ്രോഫിറ്റ് ബിഫോറിനെ കാണാൻ പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻറ്റു റേറ്റ് ബൈ 100. ഇനി നിങ്ങളെ കയ്യിലുള്ളത് പ്രോഫിറ്റ് ബിഫോർ. നിങ്ങളോട് ഏതുമേ കാണാൻ പറഞ്ഞു? ഓൺ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷൻ. പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജ് കമ്മീഷൻ കാണാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എടാ ഇത് ഏത് മെത്തേഡാ? ഡയറക്റ്റാ ഇൻഡയറക്റ്റാ? ഇൻഡയറക്റ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ശ്രദ്ധിച്ചോ. PBC MC പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് എടുക്കുക, ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഇൻറ്റു റേറ്റ്. എടാ സാധാരണ നമ്മളെ ഇൻറ്റു റേറ്റ് ബൈ 100 അല്ലേ അടിച്ചിരുന്നത്? ഇവിടെ ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. എടാ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ കണ്ടത് അങ്ങനെയല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ, 100 പ്ലസ് 33.33 അല്ലേ? 133.33. നേരത്തെ മറ്റോടത്ത് 100 പ്ലസ് 25 125. അപ്പോൾ ആ മോഡിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ചെയ്താൽ മതി. എടാ ഈ ഒരു സാധനം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ വി ഹാവ് കംപ്ലീറ്റഡ്. Going on to the next adjustment. So tell me how many adjustments we covered so far? Next one ആണ് mutual owings. എന്താ listen. എൻ്റെ ഡെപ്റ്റർ ആണ് ബാബു, ക്രെഡിറ്റർ ആണ് ബാബു. അപ്പോൾ ബാബു സെയിം ആളാണ്. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 10,000 കിട്ടാണ്ട് ഞാൻ അവന് 4,000 കൊടുക്കാണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് 10,000 വാങ്ങിയിട്ട് അതിൽ നിന്ന് 4,000 അവന് കൊടുക്കണോ അതോ അവന് 6,000 തന്നാൽ മതിയോ? ഇതിനെ പറയണ പേരാണ് മ്യൂച്വൽ ഓയിങ്സ്. ഒരേ ആൾക്കാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത്. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യണം അല്ലേ? ഇപ്പോൾ ഇവിടെ ഡെപ്റ്റർ എത്ര? ഡെപ്റ്റർ ബാബു എത്ര? 10,000. ഡെപ്റ്റർ ബാബു 10,000. ക്രെഡിറ്റർ ബാബു എത്ര? 4,000. JK സൈഡ് മാറിയോ? കണ്ണടക്ക് വച്ചിട്ടും ക്രെഡിറ്റർ 4,000, ഡെപ്റ്റർ 10,000. ഇനി സെറ്റ് ഓഫ് ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെപ്റ്റേഴ്സിനും കുറക്കണം,
ക്രെഡിറ്റേഴ്സ് കുറക്കണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കുറയുമ്പോൾ ഡെബിറ്റ്, ഡെപ്റ്റേഴ്സ് കുറയുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ എൻട്രി പറഞ്ഞേ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ്. എത്ര എമൗണ്ട്? 4, 6, 10, 6. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ടാവുക? 4000 ഡെപ്റ്റേഴ്സിനുണ്ടാവും അല്ലേ? 10 6 പോയാൽ 4000 ഡെപ്റ്റേഴ്സിൽ അല്ല, 4000 അല്ലേ, സോറി എടാ 4000 അല്ലേ കുറക്കണ്ടേ? 4000 ആണ് കുറക്കണ്ടേ, 6000 അല്ല. ഓക്കെ, ഇങ്ങനെ തെറ്റിക്കലടാ നോക്ക്. യെസ്, അപ്പോൾ ഈ 10,000 ഇവിടെ 4,000. അപ്പോൾ ഈ 4,000 ഇവിടെ കുറക്കുക. അപ്പോൾ ഇനി ഇവിടെ ബാക്കി 6000 കിട്ടാണ്ടാവും. ഇവിടെ കൊടുക്കാനൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതാണ് മ്യൂച്വൽ ഓയിങ്സ്. ഇതൊക്കെ ചെറിയ ഇതൊക്കെ വന്നാൽ ലോട്ടറി കേട്ടോ. ഇതൊക്കെ സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ദെൻ ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ. ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ. നമ്മൾ 2000 രൂപേൻ്റെ ഗുഡ്സ് ഫയർ വന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മളെ ലോസ് അല്ലേ? ലോസ് അല്ലേ? ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ലോസിനെ റെക്കോർഡ് ചെയ്യണം. പിന്നെ ഗുഡ്സ് ഗുഡ്സിന് എന്ത് ചെയ്താലും പർച്ചേസിന് എന്ത് ചെയ്യുക? കുറക്കുക. ഗുഡ്സിനെ സെയിലല്ലാത്ത വേറെ എന്ത് ചെയ്താലും നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? പേർച്ചേസിൽ. അപ്പോൾ എന്താ എൻട്രി? ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ആകുമ്പോൾ ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഈ ലോസ് ബൈ ഫയർ ആണ്, ലോസ് കൂടി പർച്ചേസ് കുറഞ്ഞു. ജെ.കെ. അപ്പോൾ ഈ ലോസ് ബൈ ഫയറിനെ പിന്നെ നമ്മൾ എങ്ങോട്ട് ക്ലോസ് ചെയ്യണം? പി ആനിലോട്ട്. ലോസ് ബൈ ഫയറിനെ പി ആനിലോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പറഞ്ഞു നോക്കിയേ. പി ആനിനെ ഡെബിറ്റ് ചെയ്യണം. പി ആനിൽ അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ബൈ ഫയർ. പി ആനിൽ അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ബൈ ഫയർ. ഓക്കെ ആണോ? ഇനി ഇതിന് ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി പൈസ തന്നു. അപ്പോഴോ വേണ്ട. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 2000 റുപ്പീസിൻ്റെ ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ആയി. ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് എ ക്ലെയിം ഓഫ് 1000. അഡ്മിറ്റഡ് എ ക്ലെയിം ഓഫ് 1000 ആണ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തന്നു എന്നാണോ തരാമെന്ന് പറഞ്ഞു എന്നാണോ? തരാമെന്ന് പറഞ്ഞു. സൂപ്പർ. അപ്പോൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യുക? പറഞ്ഞേ. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് 1000. ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെബിറ്റ് 1000 ടു പർച്ചേസ്. ഇത് നമ്മൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ആസ് ഫ്രീ സാമ്പിൾ. പെട്ടെന്ന് പറഞ്ഞേ. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ആസ് ഫ്രീ സാമ്പിൾസ്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് പർച്ചേസ്. പർച്ചേസിന് കുറക്കുക, അഡ്വർടൈസ്മെൻറ്റ് ആയിട്ട് കാണിക്കുക. അഡ്വർടൈസ്മെൻറ്റ് എവിടെ കാണിക്കണ്ടേ? പി ആനലിൽ. ഇത് സൂപ്പർ ഇമ്പോർട്ടൻസ് സാധനമാണ്. മെനി പീപ്പിൾ ഡസൻ നോ. ഓക്കെ, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ഓക്കെ, എപ്പോഴും ക്ലാസ്സിൽ ഇതേപോലെ വാട്സപ്പിലൊക്കെ പിള്ളേർ ഡൗട്ട് അയക്കുമ്പോൾ ഒരു മെയിൻ സാധനമാണ്, ഒരു സ്നിപ്പ് ഇതിങ്ങനെ അയച്ചിട്ടുണ്ടാവും. 2 ലൈൻ ഉണ്ടാവുള്ളൂ വായിക്കാൻ. പക്ഷേ അത് പറയണമെങ്കിൽ 15 മിനിറ്റ് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ സഭ്യമായി പറയും, അല്ലയോ മോനെ, ഇതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, ക്ലാസ്സിൽ വന്ന് ചോദിക്കുമെന്ന് പറയും. അല്ല ഞാൻ എന്ത് ചെയ്യാനാ? ഐ ആം ഹെൽപ്ലെസ്. ഓക്കെ, നിങ്ങൾ വാട്സപ്പ് കൂടി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, അതേ അവസ്ഥയാണ്. അപ്പോൾ ഡോക്ടറോട് വാട്സപ്പിലൂടെ ഓപ്പറേഷൻ ചെയ്ത് അസുഖം മാറ്റണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ, അതേ അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ലിസൺ വെരി കെയർഫുള്ളി. പിന്നെ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. അതിന് മുന്നേ ഞാൻ നമ്മൾ ഇതുവരെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും കൂടെ റീക്യാപ്ചുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് അഡ്വാൻസ്, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സ്, ഡിപ്രീസിയേഷൻ, ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ, ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ സാമ്പിൾസ്, മാനേജറിയൽ കമ്മീഷൻ, മ്യൂച്വൽ ഓയിങ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. കറക്റ്റ് 13 ഇത് 14. ഓക്കെ, ഇറ്റ് ഗോട്ട് ടാലിഡ്. ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ഫസ്റ്റ്. This is considered to be one of the toughest adjustment and this will be coming in inventory chapter also. അവിടെ ആവും ഇത് മനസ്സിലായില്ലെങ്കിൽ. ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസിൻ്റെ സ്റ്റോറി എന്താ വെച്ചാൽ, നിങ്ങൾ ലോയിൽ പഠിച്ചിട്ടുണ്ട് ഇത്. ഏത്? ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ കമ്പനി ഇറക്കുമ്പോഴേ എല്ലാവരോടും വന്നിട്ട് ഇത് വാങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങൂല. ഇപ്പോൾ ഇ വി ഒക്കെ ഇപ്പോൾ അങ്ങനത്തെ സ്റ്റേജിലുള്ള സാധനമാണ്. പക്ഷെ എന്നാലും ഇ വി ആൾക്കാർ പെട്രോളൊക്കെ ആലോചിച്ചിട്ട് ചാടിക്കാർ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇ വിൻ്റെ ടെക്നോളജിയൊക്കെ ഒരു 10 വർഷമൊക്കെ ഈ മറ്റേ നമ്മളെ എന്താ പറയുക, ബാറ്ററി ഓടിയാൽ എങ്ങനെ ആവുന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. ബാറ്ററി നമുക്കറിയാവുന്നൊരു സാധനമാണ്. നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്താലും കുറേ നാൾ കഴിയുമ്പോൾ ബാറ്ററി നിൽക്കൽ കുറയും. ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ 3 വർഷമായി, അപ്പോൾ ബാറ്ററി ബാക്കപ്പ് കുറയും. അത് നമുക്കെല്ലാവർക്കും അറിയണതാണ്. അല്ലേ, ടോർച്ച് കാണുന്ന സമയത്ത് ബാറ്ററി എന്ത് ബാറ്ററി ആണോ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കപ്പ് കുറയും. അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. ദാറ്റ്സ് എ ഇമ്മച്വർ ടെക്നോളജി. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സോളാറിൻ്റെ കാർ വന്നു. സോളാറിൻ്റെ കാർ വന്നിട്ട് വമ്പൻ ഓഫറിലൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പൈസ കൂടുതലുള്ളവരൊക്കെ വാങ്ങും. പക്ഷെ എന്നാലും എല്ലാവരും ഒന്നും വാങ്ങൂല. അവർക്ക് പേടിയായിരിക്കും ഹൗ തിങ്സ് വർക്ക്. ഒരു ദിവസം നല്ല മഴയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ടെക്നോളജിയിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ കമ്പനീസൊക്കെ എന്ത് ചെയ്യും? ഗുഡ്സ് സെല്ല് ചെയ്യാൻ അവർ പാടുപെടും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നൊരു സ്കീമാണ്. ഇത് വാങ്ങുന്ന അവർ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്നിട്ട് അവരോടൊരു 3 മാസം ഇത് ഉപയോഗിക്കാൻ പറയും. ആ ടേംസും കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നീ ഉപയോഗിക്കാൻ വാങ്ങിക്കാണ്ട് ഇത് കൊണ്ടുപോയി കൊളാക്കി കഴിഞ്ഞാൽ നീ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതല്ല, മറ്റേ ഉപയോഗിക്കാൻ കൊടുക്കും, യൂസേജ് റേറ്റ് കൊടുക്കും. എന്നിട്ട് അവർ ഉപയോഗിച്ച്, അപ്പോൾ കമ്പനീൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് ഞാനിത് ഉപയോഗിക്കുന്ന തന്നു കഴിഞ്ഞാൽ നിങ്ങളിത് ഉപയോഗിച്ചിട്ട്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് വാങ്ങുന്നില്ല പ്രതീക്ഷയിലാണ് കമ്പനി നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ വാങ്ങൂല എന്ന് കമ്പനി പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇത് വെറുതെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തരുമോ? കമ്പനിക്ക് തലക്കോളൊന്നുമില്ല. അപ്പം അങ്ങനെ കമ്പനി വെറുതെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് തരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളത് ഇഷ്ടപ്പെട്ട് ഓക്കെ പറഞ്ഞാലേ അതെന്താവുള്ളൂ? സെയിലാവുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് എന്താ പറയുക? ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ഞാൻ നിനക്ക് ഗുഡ്സ് അയച്ചിട്ടുണ്ട്, നീ പക്ഷേ അത് സെയിലായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിനക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് സമയം തന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ 3 മാസം. അപ്പോൾ ആ 3 മാസം വരെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. അതിനിടയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചു തരാം, ഇഷ്ടപ്പെട്ടാൽ അത് എടുക്കുകയും ചെയ്യാം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. അപ്പോൾ കമ്പനി ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റി ബിസിനസ് ഒരാൾക്ക് എന്തിനാണ് അപ്രൂവൽ ബേസിസ് ഗുഡ്സ് അയക്കുന്നത്? അവൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാണോ? ആക്സെപ്റ്റ് ചെയ്യൂല എന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ടാണോ? ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാണ്. അപ്പോൾ കമ്പനി ഗുഡ്സ് അപ്രൂവൽ ബേസിന് അയക്കുമ്പോൾ തന്നെ അതിന് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യും. അയക്കുമ്പോൾ തന്നെ ഏത് സെയിലായിട്ട്? ക്യാഷ് സെയിലാ ക്രെഡിറ്റ് സെയിലാ? ക്രെഡിറ്റ് സെയിൽ. എടാ മോനെ ക്യാഷ് വന്നിട്ടില്ലല്ലോ, അപ്പോൾ ക്യാഷ് സെയിലായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സോളാർ ട്രാക്ടർ ഉണ്ടാക്കി. സോളാർ ട്രാക്ടർ, എടാ ട്രാക്ടർ അറിയില്ലേ? 20 lakh. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അറിയോ? നമ്മൾ അപ്രൂവൽ ബേസിൽ എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ചെയ്തു. എടാ അപ്രൂവൽ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ 1 മാർച്ചിനാണ് ഗുഡ്സ് സെൻഡ് ചെയ്തത്. 3 മാസം ടൈം ഉണ്ട്. 10 യൂണിറ്റാണ് നമ്മൾ സെൻഡ് ചെയ്തത്. മറ്റേ എക്സാമ്പിൾ അല്ല, കോസ്റ്റ് 10 ആണ്, സെല്ലിംഗ് പ്രൈസ് 15 ആണ്. അപ്പോൾ ഗുഡ്സ് നമ്മൾ എന്നാ അയച്ചേ? 1 മാർച്ചിന്. എത്ര മാസം അവർക്ക് സമയമുണ്ട്? 3 മാസം. അപ്പോൾ 1 മാർച്ചിന് നമ്മൾ ഗുഡ്സ് അയക്കുമ്പോൾ തന്നെ ഇതിന് ഏതുപോലെ ട്രീറ്റ് ചെയ്യും? നമ്മൾ സെയിൽസ് പോലെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ സെയിൽസ് പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ എൻട്രി പാസ് ചെയ്യുക? പറഞ്ഞു നോക്കിയേ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്യണം, അതുപോലെ സെയിൽസ് പറഞ്ഞ ഇൻകം കൂടി അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ദ എൻട്രി വുഡ് ബി, പറയടാ എൻട്രി എന്ത് കാരണം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എൻട്രി എന്തായിരിക്കും? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എത്ര ഇൻറ്റു എത്ര? 10 യൂണിറ്റ് ഇൻറ്റു 15 എത്ര? 150. എടാ ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ്സ് അപ്രൂവൽ ബേസിന് അയക്കുമ്പോൾ സെയിൽ ആവുന്നുണ്ടോ? എടാ ഗുഡ്സ് അപ്രൂവൽ ബേസിൽ അയക്കുമ്പോൾ സെയിൽ ആവുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 20-ാം തീയതി മാർച്ച് 4 യൂണിറ്റ് അപ്രൂവ് ചെയ്തു. സൂപ്പർ. 4 യൂണിറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ബാക്കിയുള്ളൂ? 6 യൂണിറ്റ്. അപ്പോൾ അപ്രൂവ് ആവുന്ന സമയത്ത് 4 യൂണിറ്റ് സെയിലായില്ലേ? അപ്പോൾ എന്താ എൻട്രി? 4 യൂണിറ്റ് അപ്രൂവ് ആക്കുന്ന സമയത്ത് എന്താ വേണ്ട? 4 അല്ല, ഫുൾ യൂണിറ്റ് അപ്രൂവ് ആക്കി എന്ന് വിചാരിക്കും. 10 യൂണിറ്റ് അപ്രൂവ് ആക്കി. അപ്പോൾ എന്താ ജേണൽ എൻട്രി? നോ ജേണൽ എൻട്രി. എന്ത് കാരണം? എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതാണോ? അല്ല. എടാ 1-ാം തീയതി അയച്ച സമയത്ത് തന്നെ നമ്മളത് സെയിലായിട്ട് കാണിച്ചിട്ടില്ലേ? പിന്നെ 20-ാം തീയതി അവൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സെയിലൊന്നും ഉണ്ടാവണില്ലല്ലോ. അപ്പോൾ ജേണൽ എൻട്രി ഉണ്ടോ? ഇല്ല. എടാ ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ്സ് അപ്രൂവൽ ബേസിന് അയക്കുമ്പോൾ തന്നെ നമ്മൾ സെയിലായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് അപ്രൂവൽ ബേസിന് അയക്കുമ്പോൾ തന്നെ സെയിലായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവനത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ എൻട്രിൻ്റെ ആവശ്യം ഇല്ല. കാരണം അത് സെയിലിന് അയച്ചപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടാ സെയിലായിട്ട് എൻട്രി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? എടാ അത് മനസ്സിലായോ? എടാ ഓക്കെ അല്ലേ? ഇനി ഇമാജിൻ അവൻ എന്ത് ചെയ്തു അറിയോ? അവൻ 10 യൂണിറ്റ് റിട്ടേൺ ചെയ്തു. അത്ര അടിപൊളി പ്രൊഡക്റ്റ് ചെയ്തു. ഏത്? 20-ാം തീയതി മാർച്ചിന് 10 യൂണിറ്റ് റിട്ടേൺ ചെയ്തു. ജസ്റ്റ് ലൈക്ക് യു വെൻ ഫോർ ദ എക്സാം ആൻഡ് എന്താ പറയുക തിരിച്ചു വന്നു, മീൻസ് ഒന്നും കിട്ടാതെ തിരിച്ചു വന്ന പോലെ. അപ്പോൾ എന്താ എൻട്രി? ദേ വന്നിരിക്കുന്നു നിൻ്റെ മോൻ തോറ്റ്. പറടാ. സെയിൽസ് റിട്ടേൺ എന്താണ്? സെയിൽസ് റിട്ടേൺ എന്ന് പറയണ്ട. സെയിൽസ് റിട്ടേൺ പറയാൻ തെറ്റൊന്നുമില്ല. നമ്മൾ ആദ്യം സെയിൽസ് ആണ് കേട്ടല്ലോ എഴുതിയത്. അപ്പോൾ അതിനെ തന്നെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ എന്താ എൻട്രി? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ്. സൂപ്പർ. ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക്? ഇനി ഇമാജിൻ 20th മാർച്ചിന് 4 ഗുഡ്സ് അപ്രൂവ് ചെയ്തു. 4 യൂണിറ്റ് എന്ത് ചെയ്തു? അപ്രൂവ് ചെയ്തു. 4 യൂണിറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ എൻട്രി ഉണ്ടോ? 4 യൂണിറ്റ് അപ്രൂവ് ചെയ്തു 20th മാർച്ചിന്, ജേണൽ എൻട്രി ഉണ്ടോ? ഇല്ല. 5 യൂണിറ്റ് എന്ത് ചെയ്തു അറിയോ? 25th മാർച്ച് കൊണ്ട് റിട്ടേൺ ചെയ്തു. 5 യൂണിറ്റ് റിട്ടേൺ ചെയ്താൽ ജേണൽ എൻട്രി ഉണ്ടോ? ഉണ്ട്. എന്താ എൻട്രി? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ്. എത്ര? 5 × 15 5 × 10 5 × 15. ഇനി അവൻ്റെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 5 അല്ല. ഇതെന്താ പെരുകുണ്ടോ? എടാ 10 യൂണിറ്റിൽ 4 അപ്രൂവ് ആക്കി, 5 റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി എത്ര ഉണ്ട്? 1. ഈ 1 യൂണിറ്റേ 31st മാർച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇന്നലെ 31st മാർച്ചിന് ഫിനാൻഷ്യൽ ഇയർ എൻഡ്. അപ്പോൾ അതാണ് കട്ട് ഓഫ് ഡേറ്റ്. അതിനപ്പുറത്ത് അടുത്ത ഇയർ ആണ്. അപ്പോൾ 31st മാർച്ച് ആവുന്ന സമയത്ത് ആ ഇയർ ക്ലോസ് ആയി. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറയുന്നത്, അളിയ ആ പ്രൊഡക്റ്റ് ഒന്ന് തിരിച്ചു കൊടുന്ന് തരുമോ? കാരണം എൻ്റെ ഇയർ ക്ലോസ് ആവാണ് എന്ന് ഞാൻ അവനോട് പറയാൻ പറ്റില്ല. കാരണം ഇത് അയച്ചപ്പോഴേ അവനോട് 3 മാസം സമയം ഞാൻ കൊടുത്തതാണ്. പിന്നെ ഒരു ഡബിൾ പരിപാടി ചെയ്യാൻ പാടില്ല. എടാ മനസ്സിലായില്ലേ? എടാ ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എടാ അത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ആ 31st മാർച്ചിന് എന്താ ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കിയേ. ഒരു മിനിറ്റ്.
31 മാർച്ച് എന്താ ചെയ്യാമെന്ന് നോക്കിയേ. എടാ ഓക്കെ ലിസൺ. അപ്പോഴേ 31 മാർച്ചിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇപ്പം എത്ര യൂണിറ്റാണ് ബാക്കിയുള്ളത്? 10 യൂണിറ്റ് അയച്ചു, 4 അപ്രൂവ് ആയി, 5 റിട്ടേൺ ആയി. അപ്പോൾ 1 യൂണിറ്റ് ബാക്കിയുണ്ട്. ഈ 1 യൂണിറ്റ് നമ്മൾ പറയുന്ന പേര് എന്താ അറിയോ? എടാ സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ, അല്ലെങ്കിൽ ഗുഡ്സ് അവൈറ്റിംഗ് അപ്രൂവൽ. എന്താ പറയുക? ഗുഡ്സ് അവൈറ്റിംഗ് അപ്രൂവൽ. അപ്പോഴേ ഈ 1 യൂണിറ്റ് വിറ്റത് ഓൾറെഡി നമ്മൾ സെയിലായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് അപ്രൂവൽ ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അപ്പോഴേക്കും ഒരു ഇയർ അവിടെ പോകും, കട്ട് ഓഫ് ആയി. അപ്പോൾ ഈ വർഷമാണ് നമ്മൾ സെയിലായിട്ട് കാണിച്ചത്, നാളെ പുലർന്ന അടുത്ത വർഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷം എഴുതിയ സെയിൽസിൽ 4 അപ്രൂവ് ആയി, 5 റിട്ടേൺ ആയി. 1 അങ്ങോട്ടോ എങ്ങോട്ടോ എന്നറിയാതെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ സെയിൽസിൽ നിന്ന് റിവേഴ്സ് ചെയ്യണം. കാരണം അത് അടുത്ത വർഷം ചിലപ്പോൾ അപ്രൂവ് ആവാം, അല്ലെങ്കിൽ റിട്ടേൺ ആവാം. പക്ഷെ അത് അടുത്ത വർഷമാണ്. അപ്പോഴേക്കും ഈ വർഷം ഇവിടെ കഴിഞ്ഞു, അടുത്ത വർഷത്തേക്ക് പോയി. എടാ ആ കട്ട് ഓഫ് ഇല്ലതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? സെയിൽസിൽ നിന്ന് ക്യാൻസലാക്കുക. എടാ സെയിൽസിന് എന്ത് ചെയ്യുക? ക്യാൻസലാക്കുക. സെയിൽസിന് ക്യാൻസലാക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ റിട്ടേൺ ചെയ്തുകൊണ്ടാണോ? അല്ല. അവൻ അപ്രൂവ് ചെയ്തുകൊണ്ടാണോ? അല്ല. പിന്നെ എന്തിനാ? അവൻ ഇനിയും അപ്രൂവ് ചെയ്യാൻ ടൈമുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? നമ്മളെ ഇയർ എൻഡായി പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ സെയിൽ എമൗണ്ട് തെറ്റിപ്പോകും, ഡെപ്റ്റേഴ്സ് എമൗണ്ട് ഓവർ സ്റ്റേറ്റഡ് ആവും. അതുകൊണ്ടാണ് നമ്മളിവിടെ 10 യൂണിറ്റ് വിറ്റ പോലെ കാണിച്ചില്ലേ? 4 യൂണിറ്റ് അപ്രൂവ് ആയി, അപ്പോൾ ഒന്നും ചെയ്യണ്ട. 5 യൂണിറ്റ് റിട്ടേൺ ആയി, അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എത്ര സെയിൽസ് ഉണ്ട്? 154 ആക്ച്വലി സെയിലായി, 5 റിട്ടേൺ ആക്കി. അപ്പോൾ ഇനി 1 യൂണിറ്റ് ഇല്ലേ? ആ 1 യൂണിറ്റ് സെല്ല് ചെയ്തത് ഇതുവരെ സെയിലായിട്ടില്ലല്ലോ. അതിപ്പോൾ എവിടെയാണ്? കസ്റ്റമർ അടുത്ത്. അത് അവൻ അപ്രൂവ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. എന്ന് 31 മാർച്ച് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം. അപ്പോൾ ഈ വർഷത്തെ സെയിൽ എന്ത് ചെയ്യണം? അവിടെ ഓവർ സ്റ്റേറ്റായി കിടക്കുകയാണ്. ഈ വർഷത്തിൽ 1 യൂണിറ്റ് എന്താണ്? സെയിൽ കൂടി കിടക്കുകയാണ്. ഡെപ്റ്റേഴ്സ് എന്താണ്? കൂടി കിടക്കുകയാണ്. അത് കൂടി കിടക്കുമെന്നല്ല, അത് അവൻ റിട്ടേൺ ചെയ്യുമ്പോഴോ അപ്രൂവ് ചെയ്യുമ്പോഴോ ശരിയാവും. പക്ഷേ അത് അടുത്ത വർഷത്തിലല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ. കാരണം 31 മാർച്ച് എന്ത് ചെയ്യണം? ഇയർ എൻഡ് ആവുമല്ലേ എടാ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെപ്റ്റേഴ്സിനും സെയിൽസിനും എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഗുഡ്സ് അവൈറ്റിംഗ് അപ്രൂവലിനെ ഡെപ്റ്റേഴ്സിനും സെയിൽസിനും നമ്മൾ ക്യാൻസൽ ആക്കണം. എന്നിട്ട് അടുത്ത കൊല്ലം ഇപ്പം മറ്റേ അവൻ ഏപ്രിൽ എന്ത് ചെയ്യാണ്? അത് അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു സെയിൽ എൻട്രി പാസ് ചെയ്യാം. എടാ ഏപ്രിൽ മാസം അവൻ അപ്രൂവ് ചെയ്തു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു സെയിൽ എൻട്രി പാസ് ചെയ്യുക. കാരണം നിങ്ങൾ ഫസ്റ്റ് അയച്ചപ്പോൾ ഒരു സെയിൽ എൻട്രി പാസ് ചെയ്തു, 31 മാർച്ചിന് അത് റിവേഴ്സ് ചെയ്തു. പിന്നെ അവൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ എൻട്രി പാസ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇതേ കേസിൽ ഏപ്രിൽ അവൻ റിട്ടേൺ ചെയ്തു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏപ്രിൽ അവൻ റിട്ടേൺ ചെയ്തു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് മാർച്ച് നിങ്ങൾ അയച്ചു, 31 മാർച്ച് നിങ്ങൾ റിവേഴ്സ് ചെയ്തു, അയച്ചു റിവേഴ്സ് ചെയ്തു. ഏപ്രിൽ അവൻ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, സെയിലായിട്ടില്ലല്ലോ. ആദ്യം സെയിൽ എഴുതി 31 മാർച്ചിന് റിവേഴ്സ് ചെയ്തു, പിന്നെ റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. വന്നു ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ ഗോഡൗണിൽ ഉണ്ടാവും. അടുത്ത കൊല്ലം സ്റ്റോക്ക് ഉള്ള സമയത്ത് അത് പെടും. സ്റ്റോക്ക് വന്നതിന് എൻട്രി ഇല്ല, സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിൽ പെടും. ഇതേതാ കേസ്? എടാ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഗുഡ്സ് അപ്രൂവലിന് അയച്ചിട്ടും ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അപ്രൂവ് ആയിട്ടില്ല.
എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ക്യാൻസൽ ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസിനും ഡെപ്റ്റേഴ്സിനും എന്ത് ചെയ്യുക, ക്യാൻസൽ ആക്കുക. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് എണ്ണും. സ്റ്റോക്ക് എങ്ങനെയുണ്ട്, ഗോഡൗൺ ക്യാരിറ്റി എണ്ണല്ലേ കാരണം അല്ലേ. അപ്പോൾ ഈ ഗുഡ്സ് നമ്മളെ സ്റ്റോക്ക് അല്ലേ, ശരിക്കും നമ്മളെ സാധനം അവന് ഉപയോഗിക്കാൻ കൊടുത്തതല്ലേ, അവനത് എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ അല്ലേ, അത് നമ്മുടെ സ്റ്റോക്കിൽ ആഡ് ചെയ്യണ്ടേ. പക്ഷേ നമ്മൾ ഗോഡൗണിൽ പോയിട്ടല്ലേ സ്റ്റോക്ക് എണ്ണുക. സ്റ്റോർ മാനേജർ എന്ത് ചെയ്യില്ല, മറ്റവൻ്റെ പ്രിമൈസിൽ പോയിട്ട് എണ്ണൊന്നുമില്ല. അപ്പോൾ ഗോഡൗണിലെ സ്റ്റോക്കേ നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്കിൽ വരുള്ളൂ. അപ്പോൾ ഈ ഗുഡ്സ് എന്താ, അവൻ്റെ കയ്യിലുള്ള നമ്മുടെ സ്റ്റോക്ക്. എടാ അവൻ്റെ കയ്യിലുള്ള നമ്മുടെ സ്റ്റോക്ക്, അപ്പോൾ അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സ്റ്റോക്കിക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. സ്റ്റോക്കിക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ എൻട്രി പറഞ്ഞേ, എടാ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് എറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഒറ്റ ലൈനായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഗുഡ്സ് അപ്രൂവലിന് അയച്ചു, ബാലൻസ് ഷീറ്റ് ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ്, അപ്രൂവലിന് അയക്കുമ്പോൾ തന്നെ ഇതിന് എന്തായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സെയിലായിട്ട്. സൂപ്പർ. അപ്പോൾ അപ്രൂവൽ ഡേറ്റ് ആയിട്ടില്ല, ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഈ ഗുഡ്സ് കസ്റ്റമർ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ ഗുഡ്സ് അവൈറ്റിംഗ് അപ്രൂവൽ. എന്താ ഈ ഗുഡ്സ് അവൈറ്റിംഗ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ, അയച്ചിട്ട് റിട്ടേണോ അപ്രൂവോ ചെയ്യാത്ത ഗുഡ്സ്. ഇപ്പോൾ ഈ എക്സാമ്പിൾ ഒന്ന്, ആ റിട്ടേണോ അപ്രൂവോ ചെയ്യാത്ത ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസിനും ഡെപ്റ്റേഴ്സിനും ക്യാൻസൽ ആക്കും വേണം. സെയിൽസിനും ഡെപ്റ്റേഴ്സിനും ക്യാൻസൽ ആക്കേണ്ടത് ഏത് പ്രൈസിലാണ്, സെല്ലിംഗ് പ്രൈസിൽ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്കിൽ ആഡ് ചെയ്യും വേണം. സ്റ്റോക്കിൽ ആഡ് ചെയ്യേണ്ടത് ഏത് പ്രൈസിലാണ്, സെല്ലിംഗ് പ്രൈസിലാണ്, കോസ്റ്റ് പ്രൈസിൽ. കഴിഞ്ഞ് ഒന്നും കൂടെ പറയാം, ഗുഡ്സ് അപ്രൂവൽ ബേസിൽ അയച്ചു, അയക്കുമ്പോൾ തന്നെ എന്തായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സെയിലായിട്ട്. റിട്ടേൺ ചെയ്യുമ്പോൾ ആ സെയിലിന് എന്ത് ചെയ്യും, ക്യാൻസൽ ആക്കും. അപ്രൂവ് ചെയ്യുമ്പോഴോ സെയിൽ നമ്മൾ വേറെ ഒന്നും റെക്കോർഡ് ചെയ്യൂല. കാരണം എന്താ, ആദ്യമേ അപ്രൂവലിന് അയച്ചപ്പോൾ സെയിലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അല്ലേ. ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യാത്ത ഗുഡ്സ് ഉണ്ടെങ്കിൽ ആ ഇയർ അവിടെ കഴിഞ്ഞു പോവാണ്. അപ്പോൾ ഈ തൊട്ട് മുന്നത്തെ അയച്ച ഇയറത്തെ സെയിലും ഡെപ്റ്റേഴ്സും കറക്റ്റ് ആവില്ല. അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്രൂവൽ ബേസിൽ അയച്ചിട്ട് ഇതുവരെ അപ്രൂവ് ചെയ്യാത്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് അല്ല സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, എടാ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും, സെയിൽസിന് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. എടാ സെയിൽസിന് എന്ത് ചെയ്യും, നമ്മൾ റിവേഴ്സ് ചെയ്യും, ഡെപ്റ്റേഴ്സിന് കുറക്കും ചെയ്യും. അതുപോലെ തന്നെ ആ ഗുഡ്സിൻ്റെ കോസ്റ്റ് ഉണ്ടല്ലോ, കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലെറ്റ് മീ ആസ്ക് യു വൺ മോർ തിങ്. 10 യൂണിറ്റ് അയച്ചു, ഇത് എക്സാമ്പിൾ. 10 യൂണിറ്റ് അയച്ച് മാർച്ച് 1-ന്, അപ്പോൾ എൻട്രി റെക്കോർഡ് ചെയ്യുമല്ലോ. 6 യൂണിറ്റ് അപ്രൂവ് ചെയ്തു മാർച്ച് 15-ന്, എൻട്രി പാസ് ചെയ്യണ്ടേ, വേണോ, വേണ്ട. 3 യൂണിറ്റ് റിട്ടേൺ ചെയ്തു മാർച്ച് 20-ന്, എൻട്രി റെക്കോർഡ് ചെയ്യണോ, വേണോ, റിട്ടേൺ ചെയ്തതിന് എൻട്രി വേണം. അപ്പോൾ 10 അയച്ചു, എത്ര അപ്രൂവ് ചെയ്തേ, 6. എത്ര റിട്ടേൺ ചെയ്തേ, 3. അപ്പോൾ 6 3 9. ഇനി എത്ര ബാക്കിയുണ്ട്, 1. അപ്പോൾ അത് ബാലൻസ് ഷീറ്റ് ഡേറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ 1 സെയിൽസ് ഡെപ്റ്റേഴ്സ് റിവേഴ്സ് ചെയ്യുക, ആ 1 കോസ്റ്റ് പ്രൈസിൽ സ്റ്റോക്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അത് റിട്ടേൺ ചെയ്തു ഏപ്രിൽ 15-ന്, അപ്പോഴോ ഒന്നുമില്ല. ഇനി അത് ആക്സെപ്റ്റ് ചെയ്തു ഏപ്രിൽ 15-ന്, അപ്പോഴോ സെയിലായിട്ട് കാണിക്കണം. ഒരു മിനിറ്റ്, അതന്നെ ഇതിൻ്റെ കേസ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. എന്താ പോനെ, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ആ യൂണിറ്റിലെ സ്റ്റോക്ക്, ആ ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് കാണിക്കുക ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലടാ, കം ഓൺ പ്ലീസ് ടെൽ മീ.